ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്ന മക്കളെ നമ്മുടെ എൻവിറോൺമെന്റൽ സയൻസ് അഥവാ നമ്മുടെ പരിസര പഠനം EVS എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് മുന്നേ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ കയറിയിട്ട് ക്ലാസ്സുകൾ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ഒരു സെക്ഷനെ കുറിച്ച് ഇനി മിസ് പറയേണ്ട ആവശ്യമുണ്ടോ മക്കളെ? ഈ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കളുടെ പേരുകൾ കൃത്യമായിട്ട് എഴുതണം. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നുള്ളത് മക്കളുടെ ക്ലാസ് ഡിവിഷൻ തെറ്റാതെ എഴുതുക. മലയാളം മീഡിയം കൂട്ടുകാർക്ക് ഈ ഒരു സെക്ഷൻ മലയാളത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മുടെ ചോദ്യത്തിലൂടെ നമുക്ക് പോവാലോ മക്കളെ. ആക്ടിവിറ്റി 4 ആണ് മക്കളെ. ഇവിടെ നോക്കിക്കേ, മിസ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ മക്കളെ, ആക്ടിവിറ്റി 4 എന്ന് പറയുന്ന ആ ഒരു സെക്ഷനില് 4Aയും 4B എന്ന് പറയുന്ന 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ മക്കൾക്ക് 4A ആണ് സിമ്പിൾ ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. ഇനി 4B ആണെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം, 2 ക്വസ്റ്റ്യൻ ഉള്ളതിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ആക്ടിവിറ്റി ആയിരിക്കും അങ്ങനെയുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, മിസ് പറഞ്ഞ 2 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് മക്കൾ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ക്വസ്റ്റ്യനും ആദ്യം നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏതിനാന്ന് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക കേട്ടോ. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ 4A എന്ന് പറയുന്ന സെറ്റും 4B എന്ന് പറയുന്ന 2 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 4Aയില് ABC എന്ന് പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ 4Bയിലും ABC എന്ന് പറയുന്ന സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് 2 സെറ്റും വായിച്ചു. അപ്പൊ 4A എന്ന് പറയുന്ന സെറ്റില് സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള Aയും Bയും നിങ്ങൾക്ക് അറിയാം. 4Bയിലോട്ട് വന്ന സമയത്ത് അതിലുള്ള C ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറിയാം. അപ്പം Aയും Bയും Cയും ആ രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, 4A എഴുതുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി അത് എഴുതണം, അല്ലെങ്കിൽ 4B എഴുതുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി അത് എഴുതണം. രണ്ടും കൂടി മിക്സ് ചെയ്ത് എഴുതാനായിട്ട് പാടില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നോക്കിക്കേ, നമുക്ക് ആദ്യം 4A നോക്കാട്ടോ മക്കളെ. ഫ്ലട്ടറിംഗ് കളർഫുൾ വിങ്സ്. നോക്കിക്കേ മക്കളെ, വർണ്ണച്ചിറകുകൾ വീശി, പൂമ്പാറ്റകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The children have decided to set up a butterfly garden in the school's biodiversity park. Name the suitable plants that can be grown there. എന്താ മക്കളെ ക്വസ്റ്റ്യന്? നിങ്ങളെ പോലെയുള്ള കുറച്ച് കൂട്ടുകാർ എന്ത് ചെയ്തു, സ്കൂളില് ജൈവ വൈവിധ്യ പാർക്കിൽ ഒരു ശലഭോദ്യാനം അല്ലെ, ബട്ടർഫ്ലൈ ഗാർഡൻ, ശലഭോദ്യാനം ഒരുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ശലഭോദ്യാനം അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് വേണം, ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, ബട്ടർഫ്ലൈസിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് നമ്മൾ അവിടെ പ്ലാന്റ് ചെയ്യേണ്ട മക്കളെ, നട്ടുപിടിപ്പിക്കണ്ടേ? അപ്പൊ നിങ്ങളോട് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. അത്തരത്തില് അവിടെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സിന്റെ, നട്ടുപിടിപ്പിക്കാനായി പറ്റുന്ന ചെടികൾ ഏതൊക്കെയാണ് എന്നത് ജസ്റ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഏതൊക്കെ നട്ടുപിടിപ്പിക്കാം? നമുക്ക് വേണമെങ്കിൽ എന്ത് പഠിപ്പിക്കാം, കറി ലീഫ് ഒക്കെ എന്ത് ചെയ്യാം, അതായത് കറിവേപ്പ് നമുക്ക് നട്ടുപിടിപ്പിക്കാം അല്ലെ? നമുക്ക് അറിയാലോ മക്കളെ, ഈ കറിവേപ്പിലൊക്കെ എന്ത് ചെയ്യും, ഈ ബട്ടർഫ്ലൈസ് വരികയും അവിടെ മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് ആവുന്ന ഒരു പ്ലാന്റ് ആണ് കറി ലീഫ് എന്ന് പറയുന്നത് അല്ലെ? അതുപോലെ തന്നെ മക്കളെ പാണല്, പിന്നെയോ ഹിബിസ്കസ്, ചെമ്പരത്തി, അതുപോലെ മുക്കുറ്റി, പിന്നെയോ ഗരുഡക്കൊടി, ഇതൊക്കെ നമുക്ക് അവിടെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനിയും കൂട്ടുകാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറെ പ്ലാന്റ്സിന്റെ പേര് ചെയ്ത് ഒരു 5 എണ്ണെങ്കിലും മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ അല്ല മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇനി അതിൽ തന്നെയുള്ള B ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following pairs is not a butterfly? അതായത് മക്കളെ, നമുക്ക് താഴെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട് അല്ലെ? അതില് പൂമ്പാറ്റകളുടെ പേർ അല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് നമ്മള് ഒരുപാട് ബട്ടർഫ്ലൈസിന്റെ പേരുകൾ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു മക്കളെ. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് മക്കൾക്ക് അറിഞ്ഞെങ്കിലേ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ പേഴ്സ് വായിക്കാം. ഫസ്റ്റ് എന്താ മക്കളെ, ടോണി കോസ്റ്റർ, അതുപോലെ തന്നെ കോമൺ പിയറോ ആണ് കേട്ടോ. അതായത് മക്കളെ, തീച്ചിറകൻ, നാട്ടുകോമാളി, മക്കൾ ഓർക്കണേ, ആ പേര് കേട്ടിട്ടുണ്ടോ പൂമ്പാറ്റകളുടെ ആ ഒരു ലിസ്റ്റിൽ എന്നുള്ളത് കേട്ടോ. ദെൻ ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, നീലക്കടുവ, ചക്കര ശലഭം. ദെൻ കോമൺ മോർമൻ, മലബാർ ബാൻഡഡ്, പീകോക്ക്, അതായത് മക്കളെ നാരകക്കാളി, ബുദ്ധമയൂരി. ദെൻ നോക്കിക്കോ മക്കളെ, ആനറാഞ്ചി, മഞ്ഞക്കറുപ്പൻ, ആനറാഞ്ചി, മഞ്ഞക്കറുപ്പൻ. ഇതിൽ ഏതാണ് മക്കളെ ബട്ടർഫ്ലൈന്റെ പേരല്ലാത്തത്? ഏതാണ് നോക്കിക്കോ മക്കളെ, ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, തീച്ചിറകൻ, നാട്ടുകോമാളി ഒക്കെ എന്താണ്?
എന്താണ് ബട്ടർഫ്ലൈസ് ആണ്. അതുപോലെ നീലക്കടുവയും ചക്കരശലഭവും എന്താണ് മക്കളെ ബട്ടർഫ്ലൈയിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ നാരകക്കാളി, അതുപോലെ തന്നെ ബുദ്ധമയൂരി അല്ലെ, ബുദ്ധമയൂരി ഒക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതും എന്താണ് നമ്മുടെ ബട്ടർഫ്ലൈസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇതിൽ ഇൻക്ലൂഡ് അല്ലാത്തത് ഏതാണ് മക്കളെ? ആനറാഞ്ചി, അതുപോലെ തന്നെ മഞ്ഞക്കറുപ്പൻ എന്നതാണ്. അപ്പൊ അതാണ് ആ ഒരു പേര് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ദെൻ അടുത്തൊരു സെറ്റ് നോക്കിക്കേ മക്കളെ. ചിത്രശലഭത്തിന്റെ ജീവിതക്രമം ആണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അത് പൂർത്തീകരിക്കാനാണ് അവയുടെ ആ ലൈഫ് സൈക്കിൾ കേട്ടോ. ആദ്യം ഏതാണ് മക്കളെ? മുട്ടയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, എഗ് ആണ്. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്യൂപ്പ തന്നിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് എന്ത് തന്നിട്ടുണ്ട്? ബട്ടർഫ്ലൈ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എഗ് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും മക്കളെ? യെസ്, ലാർവ ആയിട്ട് മാറും. ലാർവ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ലാർവയാണ് അവിടെ എഴുതേണ്ടത്. എഗ്, ലാർവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ, ഇതാണ് അവയുടെ ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മക്കള് ഓർത്തിരിക്കണേ. എഗ്, ലാർവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ എഴുതാനായിട്ടും മക്കൾ പഠിച്ചിരിക്കുക. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പിക്ചർ ആയിട്ട് തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും, ആ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും പറയണ്ടായിരിക്കും. എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ മക്കളെ നോക്കിക്കുക, 4B ക്വസ്റ്റ്യൻ ആണേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ്, അതായത് മക്കളെ പലതരം ആഹാരം. നോക്കിക്കേ, the living beings around us and the dietary habits are different. Animals like cow, goat, and deer eat only plant food. Animals like lion, tiger, cat eat only meat. However, some living beings eat both plant food and meat. Such organisms are known as omnivores. Crow, human, and ant are organisms with this type of diet. Although cats and dogs eat cooked plant food due to the association with the human, they are carnivores. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ചുറ്റുമുള്ള ജീവികളും അവയുടെ ആഹാര രീതികളും എന്താണ്? വ്യത്യസ്തമാണ്. പശു, ആട്, മാൻ തുടങ്ങിയ ജീവികൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നവയാണ്. സിംഹം, കടുവ, പൂച്ച തുടങ്ങിയ ജീവികൾ മാംസാഹാരം മാത്രമാണ് കഴിക്കുന്നത്. എന്നാൽ ചില ജീവികൾ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവയാണ്. അത്തരം ജീവികൾ മിശ്രാഹാരികൾ എന്നറിയപ്പെടുന്നു. കാക്കയും മനുഷ്യനും ഉറുമ്പും ഇത്തരം ഭക്ഷണക്രമമുള്ള ജീവികളാണ്. മനുഷ്യനുമായുള്ള സമ്പർക്കം വഴി വേവിച്ച സസ്യാഹാരങ്ങൾ ഭക്ഷിക്കുമെങ്കിലും പൂച്ച, നായ എന്നീ ജീവികൾ മാംസാഹാരികളാണ്. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ചുറ്റുമുള്ള ഓരോ ജീവികളുടെയും ആഹാര രീതികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞു ഈ പശു, ആട്, മാൻ അല്ലെ, കൗ, ഗോട്ട്, ഡീർ തുടങ്ങിയവ എന്താണ്? പ്ലാന്റ് ഫുഡ് ആണ് കഴിക്കുക അല്ലെ, അതായത് സസ്യാഹാരമാണ് കഴിക്കുക. അതുപോലെ തന്നെ ലയൺ, ടൈഗർ, കാറ്റ് ഇവയൊക്കെ എന്താണ് മക്കളെ? മീറ്റ് ആണ് കഴിക്കുക അല്ലെ, മാംസാഹാരമാണ് കഴിക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഈ ഡോഗ്, അതുപോലെ കാറ്റ് തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ മനുഷ്യനുമായിട്ട് കുറച്ചും കൂടി സമ്പർക്കത്തിൽ വരുന്ന ജീവികളാണ് അല്ലെ. ഓക്കെ, അപ്പൊ മനുഷ്യനുമായിട്ടുള്ള ഇടപെടൽ മൂലം അവർ എന്തുകൂടി കഴിക്കാറുണ്ട്? വേവിച്ച സസ്യാഹാരങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും ഈ പൂച്ചയും നായൊക്കെ എന്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്? മാംസാഹാരികളിൽ, കാർണിവോഴ്സിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് എന്നാണ് പറയുന്നത്. However, some living beings eat both plant food and meat. ചില ജീവികള് സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവയാണ്. അത്തരം ജീവികളെയാണ് എന്തെന്ന് പറയുന്നത്? മിശ്രാഹാരികൾ. Such organisms are called omnivores അല്ലെ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയ മക്കളെ? അപ്പൊ നമ്മള് സസ്യാഹാരികളെയും മാംസാഹാരികളെയും മിശ്രാഹാരികളെയും കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. യു ഹാവ് റീഡ് ദി നോട്ട്, ഹാവിന്റ് യു കംപ്ലീറ്റ് ദി ടേബിൾ ഗിവൺ ബിലോ ബൈ ഇൻക്ലൂഡിംഗ് മോർ ആനിമൽസ് യു നോ. അതായത് മക്കളെ കുറിപ്പ് വായിച്ചല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കൂടുതൽ ജീവികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കാനാണ്. കാർണിവോഴ്സ് അല്ലെ, മാംസാഹാരികൾ, ഹെർബിവോഴ്സ് സസ്യാഹാരികൾ, ഒംനിവോഴ്സ് മിശ്രാഹാരികൾ, ഇവയുടെ പേരുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ കാർണിവോഴ്സിൽ നമുക്ക് എന്ത് പറയാം? കാർണിവോഴ്സിൽ ലയൺ പറയാം, ടൈഗർ പറയാം അല്ലെ. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ക്യാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ക്യാറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോഗ് ഒക്കെ നമ്മൾ എന്തിൽ പറഞ്ഞിട്ടുള്ളതാണ്? കാർണിവോഴ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഹെർബിവോഴ്സിൽ കൗവും ഗോട്ടും ഒക്കെ നമ്മുടെ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡീർ, പിന്നെയോ നമ്മുടെ എലഫന്റ് കേട്ടോ, ആനയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ആനയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്? സസ്യാഹാരികളിൽ ഉൾപ്പെടുന്നതാണ്. മാന്, ആന, പശു, ആട് തുടങ്ങിയിട്ടുള്ളവയൊക്കെ. ദെൻ ഒംനിവോഴ്സ് ഏതൊക്കെയാ മക്കളെ? രണ്ടും കഴിക്കുന്നതാണ്. അതുപോലെ ക്രോ, അതുപോലെ തന്നെ ഹ്യൂമൻ അല്ലെ, കാക്കയും മനുഷ്യനൊക്കെ എന്താണ്? അതിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. കാക്ക അതുപോലെ തന്നെ മനുഷ്യനൊക്കെ എന്താണ് മക്കളെ? എല്ലാത്തിലും ഉൾപ്പെടുന്ന ജീവികളാണ്. അതായത് രണ്ടും കഴിക്കും.
നമ്മൾ സസ്യാഹാരവും കഴിക്കും, അതുപോലെ തന്നെ എന്ത് കഴിക്കും, മാംസാഹാരവും കഴിക്കില്ല, രണ്ടും കഴിക്കുന്ന ആളുകളാണ്. അപ്പം അവരെയാണ് എന്തെന്ന് പറയുന്നത്, ഒംനിവോഴ്സ്, മിശ്രാഹാരികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ കാറ്റഗറിയിലും മക്കൾക്ക് അറിയാവുന്ന എന്ത് ചെയ്യുക, ഒരു 2-3 ജീവികളുടെ പേരുകൾ നിർബന്ധമായിട്ട് മക്കള് പഠിച്ചു പോയാൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാർക്ക് ടിക്ക് ഓർ ക്രോസ് ടു ഇൻഡിക്കേറ്റ് വെദർ ദി സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹൗ ലിവിംഗ് ബീങ്സ് ഒബ്റ്റെയിൻ ഫുഡ് ആർ കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. അതായത് മക്കളെ, ജീവികളുടെ ആഹാര സമ്പാദനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്നുള്ളത് ടിക്ക് മാർക്കും ക്രോസ് മാർക്കും ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. ഓൾ ലിവിംഗ് ബീങ് സെർച്ച് ഫോർ ഫുഡ് ഇൻ ഡിഫറെന്റ് വേസ്. എല്ലാ ജീവികളും ആഹാരം തേടുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ? യെസ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. There are living beings that do not need food. അതായത് ആഹാരം വേണ്ടാത്ത ജീവികളുണ്ട്. അത് ശരിയാണോ മക്കളെ? അല്ല, അത് റോങ് ആൻസർ ആണല്ലേ, അതുകൊണ്ട് ക്രോസ് മാർക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഹെൽപ്പ് ലിവിംഗ് ബീങ്സ് പ്രേ ഓൺ ഫുഡ്. അതായത് മക്കളെ, ജീവികൾക്ക് ഇര തേടുന്നതിന് അവരുടെ ശാരീരിക സവിശേഷതകൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇല്ലേ മക്കളെ? ഇല്ലേ? അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പം നോക്കിക്കേ. ദെൻ അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ട് മക്കളെ. എല്ലാ ജീവികളും സസ്യാഹാരികളാണ് കേട്ടോ. അത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ മിസ്സായി പോയിട്ടുണ്ട്. അപ്പം എല്ലാ ജീവികളും സസ്യാഹാരികളാണോ മക്കളെ? അല്ല. നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, സസ്യം മാത്രം കഴിക്കുന്നവരുണ്ട്, മാംസം മാത്രം കഴിക്കുന്നവരുണ്ട്, ബോത്ത് അല്ലെ, സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവരുണ്ട്. അപ്പൊ ഇതില് 2 പോയിന്റ്സ് ആണ് കറക്റ്റ് വരുന്നത്, 2 എണ്ണാണ് എന്ത് റോങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഒരു സെക്ഷൻ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ? ദെൻ നോക്കിക്കേ. അപ്പൊ മിസ് അതിന് ആൻസർ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രവർത്തനം 5 എന്താണ് മക്കളെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽസ്. ജീവികൾ പലതരം എന്നതാണ്. നോക്കിക്കേ മക്കളെ. സം ആനിമൽസ് breeded at home and their uses to us are given below. Choose the correct pairs from these. വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചില ജീവികളും അവയെ കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങളൊക്കെയാണ് ചുവടെ തന്നിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഏതാനാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇവിടെ മക്കള് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കുറെ ജീവികളില്ലേ, എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്നത്? നമ്മളെ എഗ്ഗിന് വേണ്ടിയിട്ട് കോഴീനെയും ഡക്കിനെയും ഒക്കെ നമ്മൾ വളർത്താറുണ്ട്. പിന്നെയോ പശുവിനെയും ആടിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വളർത്താറുണ്ട് അല്ലെ. അതുപോലെ തന്നെ കോഴിയെ വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്താറുണ്ട് അല്ലെ. അപ്പൊ മീറ്റിന് വേണ്ടിയിട്ട്, എഗ്ഗിന് വേണ്ടിയിട്ട്, പിന്നെ പശുവിനൊക്കെ മിൽക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വളർത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ലവ് ബേർഡ്സ്, അതുപോലെ തന്നെ റാബിറ്റ് തുടങ്ങിയിട്ടുള്ളൊക്കെ ജീവികളൊക്കെ നമ്മൾ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, വളർത്താറൊക്കെ ഉണ്ട് അല്ലെ. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ജീവി പ്രയോജനം എന്ന് പറഞ്ഞിട്ട് അല്ലെ, ആനിമൽ യൂസ് എന്ന് പറഞ്ഞിട്ട് 2 ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ നോക്കിക്കേ മക്കളെ. ഫസ്റ്റ് ഏതാണ്? കോഴിയാണ് അല്ലെ, ഹെന്ന് തന്നിട്ടുണ്ട്. അതിന് നേരെ എന്താണ് എഴുതിയിട്ടുള്ളത്? പാലിന് വേണ്ടിയിട്ട് അല്ലെ, ഫോർ മിൽക്ക് എന്നാണ് എഴുതിയിട്ടുള്ളത്. ദെൻ പ്രാവ് തന്നിട്ടുണ്ട്, സുരക്ഷയ്ക്ക് വേണ്ടി എന്നാണ് എഴുതിയിട്ടുള്ളത്. പീജിയൻ ഫോർ പ്രൊട്ടക്ഷൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ദെൻ പശു കൗതുകത്തിന് വേണ്ടി എന്നാണ് എഴുതിയിട്ടുള്ളത്. കൗ ഫോർ എന്റർടൈൻമെന്റ് എന്ന്. ദെൻ നായ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ, ഡോഗ് ഫോർ എഗ്. ഇതേ രീതിയിലാണ് തന്നിട്ടുള്ളത്. ഒന്നുമില്ല മക്കളെ, ജസ്റ്റ് എന്ത് ചെയ്യാം, കറക്റ്റ് അവയെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കോഴിക്ക് ഏതാണ്? എ ആണ് തന്നിട്ടുള്ളത് അല്ലെ. കോഴിയെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തുന്നത്? യെസ്, മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിയെ വളർത്തുന്നത്. ഫോർ എഗ് ആണ് അല്ലെ. അപ്പൊ നമ്മള് അത് എവിടെയാണുള്ളത് മക്കളെ? ഏത് ഓപ്ഷൻ ആണുള്ളത്? അതിന് നേരെയുള്ള ലെറ്റർ ഏതാന്ന് പറഞ്ഞേ? യെസ്, ഏതാണ്? എച്ച് ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ്? എയും എച്ചും ആണ് മാച്ച് ആയിട്ട് വരുന്നത്. അങ്ങനെ മക്കൾ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ, കാര്യം നമുക്ക് ഓപ്ഷൻ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ദെൻ അടുത്തത് പ്രാവ് അല്ലെ. പ്രാവിനെയൊക്കെ നമ്മൾ എന്തിനാ വളർത്തുന്നത് മക്കളെ? എന്തിനാ വളർത്തുന്നത്? പാലിന് വേണ്ടിയാണോ? അല്ല. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ? അല്ല. ഫോർ എന്റർടൈൻമെന്റ്, കൗതുകത്തിന് വേണ്ടിയിട്ടാണോ? ആണ്. അപ്പൊ പ്രാവ് ബി ഏതിലോട്ട് വരും മക്കളെ? ബി ഏതിലോട്ട് വരും? കൗതുകത്തിന് വേണ്ടിയിട്ടാണ്. ബി ഏതാണ്? ജിയിലോട്ട് വരും അല്ലെ. ഇനി അടുത്തത് സി ആണ്, പശു. പശുവിന് എന്തിനു വേണ്ടിയിട്ടാണ്? പാലിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം സി ഇ ആണ് വരുന്നത്. ദെൻ നായ ഡി ആണ്, എന്തിനു വേണ്ടിയിട്ടാ? ഫോർ പ്രൊട്ടക്ഷൻ ആണ്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എഫ്. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ് മക്കളെ? നോക്കിക്കേ. എ എച്ച് ബി ജി സി ഇ ഡി എഫ് അല്ലെ, ഇതാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ ഓപ്ഷൻ ഇതേ കണക്ക് വരുന്ന സമയത്ത് ചിലപ്പം കൂട്ടുകാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ മിസ് എഴുതിയ പോലെ തന്നെ എഴുതി വെച്ച് നോക്കിയാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറേഞ്ച് ദി ആനിമൽസ് ഗിവൺ ഇൻ ദി ടേബിൾ ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് മക്കളെ, നമുക്ക് ഈ ടേബിളിൽ തന്ന പട്ടികയിൽ തന്നിട്ടുള്ള ജീവികളെ
ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ച് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ അല്ലേ മക്കളെ? ഏറ്റവും ചെറിയ സൈസ് ഉള്ളത് ഇതിൽ ആരാണ്? നമ്മുടെ പീജിയൻ ആണ്, പ്രാവാണ്. പിന്നെ ആര് വരും? യെസ്, നമ്മുടെ കോഴി വരും, ഹെന്ന് വരില്ലേ. പിന്നെ ആര് വരും? ഡോഗ് വരും. ലാസ്റ്റ് ആണ് ആര് വരിക? കൗ വരിക അല്ലെ. അപ്പൊ അതേ രീതിയിൽ പീജിയൻ, ഹെൻ, ഡോഗ്, കൗ അല്ലെ. പ്രാവ്, കോഴി, നായ, പശു. ഇതേ രീതിയിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ജീവികളെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കംപ്ലീറ്റ് ദി ടേബിൾ ബൈ ഇൻക്ലൂഡിംഗ് ദി ആനിമൽസ് കോമൺലി സീ ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ദ മോഡ് ഓഫ് ട്രാവൽ. അതായത് മക്കളെ, നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് സാധാരണയായി കാണുന്ന ജീവികളും അവയുടെ സഞ്ചാര രീതിയും ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കും. നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. പറന്നു വരുന്ന ജീവികളുണ്ട്. ഏതൊക്കെയാണ്? കാക്ക, തത്ത, പ്രാവ് അല്ലെ. ഇതൊക്കെ എന്താണ്? പറക്കുന്നവരാണ്. ഇനി നടന്നു വരുന്ന ആളുകളുണ്ട് അല്ലെ. ആരൊക്കെയാണ് മക്കളെ നടന്നു വരുന്ന ആളുകൾ? ആരൊക്കെയാണ്? നമുക്ക് ആന അല്ലെങ്കിൽ കരടി, ജിറാഫ് തുടങ്ങിയവയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് അല്ലെ. അതുപോലെ ഇഴഞ്ഞു വരുന്നുണ്ട്, ക്രൗളിംഗ്. ആരൊക്കെയാണ്? പാമ്പ്, ഒച്ച്, തേരട്ട. ഇതൊക്കെ എന്താണ്? ഇഴഞ്ഞു വരുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ജീവികളുടെ പേര് ഇവിടെ എഴുതുക. അവയുടെ സഞ്ചാര രീതി, ഇഴയുന്നു, നടക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ പറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവയുടെ സഞ്ചാര രീതി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആനിമൽസ് മോഡ് ഓഫ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ക്രൗസ് എന്താ മക്കളെ ചെയ്യുക? കാക്ക എന്താ? പറക്കാണ് ചെയ്യുക, ഫ്ലൈസ് ആണ്. ഇനി കാറ്റ് എന്താണ് മക്കളെ? നടക്കാണ് ചെയ്യുക കേട്ടോ. നടക്കുന്നു എന്ന് എഴുതിയാൽ മതി, ഓടുന്നു എന്നുള്ളത് വേണ്ട, നടക്കുന്നു എന്നുള്ളത് മതി. ദെൻ തവളകൾ എന്താ ചെയ്യുക മക്കളെ? ജംസ് ആണ് അല്ലെ, ചാടാണ് ചെയ്യുക. ഫിഷുകൾ എന്താ ചെയ്യുക മക്കളെ? സ്വിം ആണ്, നീന്താണ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എഴുതാം, സ്നേക്ക് എഴുതാം, പാമ്പ് എഴുതാം. എന്താണ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ? എന്താണ്? ക്രൗളിംഗ് ആണ് അല്ലെ. എന്താണ്? ക്രൗളിംഗ് ആണ് ആര്? പാമ്പ് അല്ലെ. ഇഴയാണ് ആര്? പാമ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ തേരാട്ടം നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതൊക്കെ എന്താണ്? ഇഴയുന്നവയിൽ ഉൾപ്പെടുന്നു. അപ്പൊ മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടെ പ്രത്യേകിച്ച് ജീവിയുടെ പേരുകളൊന്നും തന്നിട്ടില്ല. നിങ്ങളുടെ ചുറ്റുപാടിൽ കാണുന്ന ജീവികളും അവയുടെ മോഡ് ഓഫ് ലോക്കോമേഷൻ, അവയുടെ സഞ്ചാര രീതിയുമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ സിമ്പിൾ അല്ലായിരുന്നോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് മക്കൾ നോക്കി നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ്. ക്ലാസ് കണ്ടതിന് ശേഷം മക്കൾ എന്ത് ചെയ്യണം? ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ മക്കളെ, അപ്പൊ അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.